KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ. ദില്ലിയിലെത്തിയ ഉമ്മൻചാണ്ടിയും VM സുധീരനും AK ആന്റണിയുമായി രാവിലെ കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തും. സന്തോഷ് സലിം ചേരുന്നു. സന്തോഷ്, എപ്പോഴാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുക? ഇന്ന് തന്നെ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമുണ്ടാകുമോ? വിശദാംശങ്ങൾ. ധന്യ, VM സുധീരനും ഉമ്മൻചാണ്ടിയുമാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച തുടരുകയാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരു നീക്കമാണ് എ ഗ്രൂപ്പ് നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. അതിൽ മാറ്റമില്ല. അക്കാര്യം രാഹുൽ ഗാന്ധിയെ അറിയിക്കും എന്നാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. കാരണം സ്ഥാനമാനങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ച് അംഗീകാരം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കില്ല, താൻ വരണം എന്ന സമ്മർദ്ദം ചെലുത്തില്ല ഹൈക്കമാൻഡ് എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. എന്തായാലും കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 3:30 VM സുധീരൻ രാഹുൽ ഗാന്ധിയെ കാണും. സ്ഥിരം അധ്യക്ഷനെ സംബന്ധിച്ചുള്ള VM സുധീരൻ തന്റെ നിലപാട് അറിയിക്കും. എന്തായാലും സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ഉപരി നാമനിർദ്ദേശത്തിലൂടെ ഭാരവാഹികളെ നിയമിക്കണം എന്ന തരത്തിലാണ് മുഴുവൻ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് മാർഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് ഗ്രൂപ്പ് തർക്കത്തിലേക്ക് മാറും എന്നതിൽ സംശയമില്ല. കേരളത്തിൻ്റെ ഒരു കോൺഗ്രസ് സാഹചര്യം അങ്ങനെയാണ്, പശ്ചാത്തലവും. അതുകൊണ്ട് തന്നെ അത് മാറ്റി നാമനിർദ്ദേശത്തിലൂടെ കാര്യങ്ങൾ നീക്കുക എന്നതാണ് പ്രധാനം. പക്ഷേ അതിനു മുമ്പ് അധ്യക്ഷനെ തീരുമാനിക്കണം. ഉമ്മൻചാണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ല എങ്കിൽ പിന്നെയുള്ളത് പല നേതാക്കൾ, നിരവധി നേതാക്കളുണ്ട്. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ അടക്കമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വളരെ ശക്തമായി തന്നെയുണ്ട്. അത്തരമൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ആ തർക്കം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ തിരക്കിട്ട ചർച്ചകൾ. എന്നാലും ഒരു ആശയക്കുഴപ്പം ഹൈക്കമാൻഡിൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ധന്യ. സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.